പ്രതികരിക്കുന്നതിനായി ABVP സംസ്ഥാന സെക്രട്ടറി ശ്രീ ഈശ്വരപ്രസാദ് നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ഈശ്വരപ്രസാദ്, താമരശ്ശേരിയിൽ കൂട്ടത്തല്ലിൽ ആ വിദ്യാർത്ഥി മരിച്ചിരിക്കുന്നു. അതുമാത്രമല്ല, ഈ സഹപാഠികൾ ഇങ്ങനെ മർദ്ദിക്കുമ്പോൾ അവർക്ക് ബോധ്യമുണ്ടായിരുന്നു ഈ വിദ്യാർത്ഥി മരിക്കണം, കൊല്ലണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇങ്ങനെ ഒരു കൂട്ടത്തല്ലിലേക്ക് എത്തിയത്. എന്തായാലും കുട്ടികളുടെ മനസ്സ്, 14-15 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടികളുടെ മനസ്സ് ഈ രീതിയിലേക്ക് ഒരു കൊലവിളി നടത്തുകയും തിരിച്ചത് കൊല്ലുകയും ഒക്കെ ചെയ്യുന്ന മനസ്സിലേക്കും പ്രയോഗിക്കുന്ന രീതിയിലേക്കും ഒക്കെ മാറിയിരിക്കുകയാണ്. എങ്ങനെ കാണുന്നു? ആദ്യം തന്നെ ആ കുടുംബത്തിന്റെ വിഷമത്തിൽ പങ്കുചേരുകയാണ്. നമുക്കറിയാം, ഇതൊരു കുടുംബത്തിന്റെ മാത്രം വിഷമല്ല, ഇന്നിപ്പോ കേരള സമൂഹത്തിന്റെ മൊത്തം വിഷമമായിട്ട് ഇത്തരം സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്ഥിരം ഇത്തരം വിഷയങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് സർക്കാർ അതിന് വേണ്ട രീതിയിലുള്ള പരിഗണന കൊടുക്കുന്നില്ല എന്നുള്ളതിന്റെ ഉദാഹരണമാണ് വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് വിദ്യാർത്ഥികളുടെ ഇടയിൽ ഒരു വലിയ പ്രവർത്തനം നടത്തേണ്ട ഒരു സമയമാണ്. നമുക്കറിയാം, വിദ്യാർത്ഥികളുടെ മനോനില മറ്റൊരു തലത്തിലേക്ക്, നമ്മൾ വിചാരിക്കുന്നതിൽ അപ്പുറത്തിലേക്ക് ഒരു തലത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ 2 മാസമായിട്ട് നമുക്ക് അറിയാൻ, ഈ വർഷം ആരംഭിച്ച കാലം തൊട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു. അതിലൊന്ന് മയക്കുമരുന്ന് പോലെയുള്ള കാര്യങ്ങളുടെ ഇടപെടലുകളുണ്ട്, അതേപോലെ സോഷ്യൽ മീഡിയ. പക്ഷേ അതിനെല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലാനിങ്ങുകളും കാര്യങ്ങളും നടത്താൻ പറ്റും. പക്ഷെ അത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. അത്തരം കാര്യങ്ങളിൽ കൂടുതൽ നമ്മൾ ശ്രദ്ധ കൊടുക്കണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ തോന്നുന്നത്. മാത്രമല്ല, നമുക്കറിയാം, ശിക്ഷകളും പല സമയത്തും പ്രതികൾ രക്ഷപ്പെടുന്ന രീതിയിലാണ് അന്വേഷണവും കാറ്റും മുന്നോട്ട് പോകുന്നത്. അതിൽ നിന്നും മാറി കൃത്യമായ രീതിയിലുള്ള അന്വേഷണം നടക്കുകയും തക്കതായ ശിക്ഷ ഉറപ്പാക്കുകയും ചെയ്യുന്ന സമയത്താണ് ഒരു മാറ്റം ഉണ്ടാകാൻ വേണ്ടി സാധിക്കുക. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ പോലെ വിദ്യാർത്ഥികളുടെ ഈ ഒരു മനോനിലയിലുള്ള മാറ്റം അത് ചർച്ച ചെയ്യപ്പെടേണ്ടതും അതിന് വേണ്ട പരിഹാരം നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്. ശരി, വളരെ നന്ദി ശ്രീ ഈശ്വരപ്രസാദ് പ്രതികരിച്ചതിന്.